റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, ഇത് മറ്റുള്ള ബ്രാൻഡ് വാഹനങ്ങൾ മാതിരി ഒരു ട്രബിൾ ഫ്രീ ഓണർഷിപ്പ് ഒരിക്കലും നൽകുകയില്ല എന്നുള്ളത്. അല്പസ്വല്പം അറ്റകുറ്റപ്പണികളും അതുപോലെ മെയിൻ്റനൻസ് ഒക്കെ വേണ്ടിവരും ഈ ഒരു വാഹനം നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ. BS4 മോഡലിൻ്റെ വരവോടുകൂടി റോയൽ എൻഫീൽഡ് മോഡലുകളായ ബുള്ളറ്റ്, അതുപോലെ ക്ലാസിക്, മറ്റുള്ള എല്ലാ സീരീസുകളിലും ചെറിയ രീതിയിലുള്ള മിസ്സിംഗ് പ്രോബ്ലങ്ങളും സ്റ്റാർട്ടിംഗ് പ്രോബ്ലങ്ങളൊക്കെ കണ്ടുവരുന്ന പരാതി കൂടുതലായി നമ്മൾ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം വസ്തുതകൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് ഇത് ഒഴിവാക്കാനായി നമുക്ക് സ്വീകരിക്കേണ്ട കരുതൽ നടപടികളെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സ്വാഗതം ഓട്ടോപോർട്ട് ഇന്ത്യയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക്. ആദ്യമേ തന്നെ പുതിയ മോഡൽ ബുള്ളറ്റിൽ എത്രത്തോളം ഇന്ധനം നിറയ്ക്കാമെന്നത് നോക്കാം. നമ്മൾ ടാങ്ക് തുറക്കുമ്പോൾ ഈ കാണുന്ന ഒരു പ്ലേറ്റ് കാണുന്നുണ്ടല്ലോ താഴെ, ഇതാണ് ഇതിൻ്റെ ഫ്യൂവൽ ലെവൽ പ്ലേറ്റ്. ഈ ഫ്യൂവൽ ലെവൽ പ്ലേറ്റിന് താഴെ ആയിരിക്കണം ഇന്ധനം നൽകേണ്ടിയിരിക്കുന്നത്. അതായത് അതിന് സ്പ്ലാഷ് അറസ്റ്റർ എന്നാണ് പറയുന്നത്. വാഹനം ഓടിക്കുമ്പോൾ മറ്റും ഓളം തല്ലി ഇന്ധനം തെറിച്ച് ഈ മുകളിൽ കാണുന്ന 4 ഹോളുകളിൽ കൂടെ ഇന്ധനം ചാർക്കോൾ കാനിസ്റ്ററിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെവൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് മുകളിലായി ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ വാഹനത്തിന് മിസ്സിംഗ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടാങ്കിനുള്ളിൽ ഇന്ധന ഓളം വെട്ടി ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള പ്രഷർ റിലീസ് ചെയ്യാൻ 8 ദിവസം കൂടുമ്പോൾ ടാങ്കിന്റെ ഫ്യൂൽ ക്യാപ്പ് വെറുതെ തുറന്ന് പ്രഷർ റിലീസ് ചെയ്ത് കളയുന്നത് നല്ലതാണ്. ബാഷ്പ രൂപത്തിലുള്ള പെട്രോൾ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സുഷിരങ്ങൾ. ഇതിലൂടെ ലിക്വിഡ് പെട്രോൾ കടക്കുമ്പോൾ ചാർക്കോൾ കാനിസ്റ്ററിന്റെ പ്രവർത്തനം തടസ്സപ്പെടും. ടാങ്കിൽ നിന്നും ചാർക്കോൾ കാനിസ്റ്ററിലേക്കുള്ള കണക്ടറുകളെ നമുക്ക് നോക്കാം. BS4-ൽ ഇവാപറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചാർക്കോൾ കാനിസ്റ്റർ, പർജ് വാൽവ്, വേപ്പർ ഹോസ്, കണക്ടറുകൾ ഇവ ടാങ്കിനിടയിൽ കാണുന്ന ഹോസുകളുടെ അറ്റം ഡിസ്കണക്ട് ആയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഹോസ് അമർന്നിരുന്നാലും സീറ്റിനടിയിലും മറ്റും ഇത് സംഭവിക്കാവുന്നതാണ്. ഈ ഒരു മിസ്സിംഗ് പ്രോബ്ലം ഉണ്ടാവാം. ചാർക്കോൾ കാനിസ്റ്ററിന്റെ ഈ കാണുന്ന വാൽവിൽ പൊടി അടിയുന്നത് മൂലവും മിസ്സിംഗ് പ്രോബ്ലം ഉണ്ടാവാം. ഇത് വല്ലപ്പോഴും ഒരിക്കലൊന്ന് എടുത്ത് പൊടി തട്ടി ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. റോഡിലൂടെ ഉണ്ടാകുന്ന അഴുക്കും പൊടിയും ഇതിൽ കടന്ന് പറ്റിക്കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് പെട്രോൾ അടിക്കുമ്പോൾ ടാങ്കിൽ വെള്ളം കയറിക്കൂടാനുള്ള സാധ്യതയും ഒരു കാരണമാണ്. എമിഷൻ കൺട്രോൾ സിസ്റ്റത്തിലെ ചാർക്കോൾ കാനിസ്റ്ററിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ചാർക്കോൾ കാനിസ്റ്ററിൽ നിന്നും ലിക്വിഡ് പെട്രോളായി വരുന്നത് ഈ പൈപ്പുകളിലൂടെയാണ്. ദ്രവീകൃതമായിട്ടുള്ള ഈ പെട്രോളാണ് കാർബറേറ്ററിലേക്ക് വരുന്നത്. നമ്മൾ ഇപ്പോൾ അടിയിൽ കാണുന്നതാണ് കാർബറേറ്ററിൽ നിന്നുള്ള പെട്രോളിൻ്റെ ഓവർഫ്ലോ പൈപ്പ്. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഒരു 3000 അല്ലെങ്കിൽ 4000 കിലോമീറ്റർ ഇടവേളകളിൽ കാർബറേറ്റർ ശരിയായി ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ ട്യൂണിങ്ങിലല്ലാത്ത കാർബറേറ്റർ ചെറിയ രീതിയിലുള്ള മിസ്സിങ്ങുകൾക്ക് വഴിവെക്കും. ഒരു 2 മണിക്കൂറിലധികം വാഹനം ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അരമണിക്കൂറിൻ്റെ ഒരു ഇടവേള എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മിസ്സിംഗ് ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. ഇനി നമ്മളെല്ലാവരും അധികം ശ്രദ്ധിക്കില്ലാത്ത ഒരു കാര്യമാണ്, ഉപയോഗമില്ലാത്ത അവസ്ഥകളിൽ പെട്രോളിൻ്റെ ഈ ടാപ്പ് എപ്പോഴും ഓഫ് മോഡിൽ തന്നെ ഇടുക. അധികമായി പെട്രോൾ ഇതിൽ നിന്നും കാർബറേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആകും എന്ന് മാത്രമല്ല, ഇതിൻ്റെ കാർബറേറ്ററിനകത്തുള്ള ഫ്ലോട്ടിനെ ഇത് ബാധിക്കുകയും ചെയ്യും. അതുപോലെ സെൻട്രൽ സ്റ്റാൻഡിൽ വയ്ക്കാനും ശ്രദ്ധിക്കുക വാഹനം എല്ലായ്പ്പോഴും. ഇനി പുതിയ ബുള്ളറ്റ് എടുക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി.
കമ്പനി സൈലൻസർ മാറ്റി മറ്റുള്ള സൈലൻസറുകൾ ഒച്ച കൂടിയതും മറ്റും വെക്കുന്നതും മിസ്സിംഗ് ഉണ്ടാവാൻ ഒരു കാരണമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ പ്രശ്നരഹിതമായിട്ടുള്ള ഒരു ഓണർഷിപ്പ് ആയിരിക്കും പുതിയ റോയൽ എൻഫീൽഡ് BS4 മോഡലുകൾ നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.